കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വാസ്തുപ്രകാരം ടോയ്ലറ്റിന്റെ സ്ഥാനം എവിടെയാണ്? ഇപ്പം നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ 3 കാരണങ്ങളാൽ ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാം എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള ഏരിയ, 2 പറയുന്നത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വരുന്ന ഭാഗം, 3 പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് നിൽക്കുന്ന ഭാഗം. ഇത്തരം ഭാഗങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെരിറ്റി കുറയും. അപ്പം നമുക്ക് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ടോയ്ലറ്റ് വരാം. അതൊരു നമുക്കൊരു പ്ലാനിലൂടെ കഥ പറഞ്ഞു തരാം. നമ്മളിതൊരു വീടാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വീടിനകത്ത് ടോയ്ലറ്റ് ഇല്ല, വീടിന് പുറത്താണ് ടോയ്ലറ്റ്. അപ്പോൾ ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് വന്നാൽ അത് 100% പിന്നെ വാസ്തുവല്ല. അപ്പോഴത്തേക്ക് ടോയ്ലറ്റ് വീടുകളിൽ എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ചെയ്യുക. അങ്ങനെ ഞാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പിന്നെ ഒരു വസ്തു ചെന്ന് കണ്ട് അതിൽ എവിടെയാണ് വീട് വെക്കേണ്ടത്, എവിടെയാണ് അതിൽ ഗേറ്റ് കൊടുക്കേണ്ടത്, എവിടെയാണ് കിണറിൻ്റെ സ്ഥാനം, സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം, വേസ്റ്റ് വാട്ടർ കുഴിയുടെ സ്ഥാനം, വാട്ടർ ടാങ്ക് എവിടെ ഇരിക്കണം, അതിലെ പ്രധാന ഡോർ എവിടെ വരണം, ഓരോ മുറികളുടെയും ഡോർ എവിടെ വരണം, കിച്ചൺ ഏത് ഭാഗത്തായിരിക്കണം, അതിൽ സ്റ്റൗ എവിടെയായിരിക്കണം, സിങ്ക് എവിടെയായിരിക്കണം, അങ്ങനെ ഒരു വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സൈറ്റ് പോയി നോക്കി അവർ പറയുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് വാസ്തുപ്രകാരമുള്ള പ്ലാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പറയുമ്പോഴത്തേക്ക് അവർ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം, അത് കഴിഞ്ഞ് സെർവൻറ്റിനൊരു ടോയ്ലറ്റ് വേണം, അത് കഴിഞ്ഞിട്ടൊരു കോമൺ ടോയ്ലറ്റ് നമുക്ക് കോമൺ ടോയ്ലറ്റ് ഡൈനിങ് ഹാളിൽ വേണം. അങ്ങനെ ഒത്തിരി ടോയ്ലറ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ വീട്ടിലൊരാൾ വന്നാൽ വീട്ടിനകത്ത് കയറാതെ പുറത്തുനിന്ന് പോയി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് വേണം. അപ്പോൾ ടോയ്ലറ്റ് ഒരുപാട് ഇന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടോയ്ലറ്റ് കൂടുമ്പോൾ വാസ്തു പ്രശ്നം കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റ് എത്രത്തോളം കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് ചെയ്യുക. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അടുത്ത സൗത്ത് വെസ്റ്റ് കോർണർ, തെക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് കിഴക്കേ മൂല, തെക്ക് കിഴക്കേ മൂല. ചിലർ പറയുന്നുണ്ട് സാറേ പറയുമ്പോൾ മലയാളത്തിലും കൂടെ ഒന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. ഞാൻ മാക്സിമം ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ കറക്റ്റ് 9 തിരിച്ചു. 9 തിരിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വരാം എന്നുള്ളതാണ്. അപ്പോൾ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ചെയ്യുമ്പോൾ ഈ മൂല വിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ ടോയ്ലറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വടക്ക് പടിഞ്ഞാറാണ് ടോയ്ലറ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് വന്നേ കൂടാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരാനേ പാടില്ല. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ടോയ്ലറ്റ് വരാൻ പാടില്ല. തെക്ക് കിഴക്ക് മൂലയിലും ടോയ്ലറ്റ് വരാൻ പാടില്ല. ഈ 3 ദിക്കിൽ ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുടുംബ കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും, മൊത്തം ജീവിതത്തെ ബാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കടബാധ്യതയിലേക്ക് പോകും. ഇത് തെക്ക് പടിഞ്ഞാറ് കലഹം, വടക്ക് കിഴക്ക് മൊത്തം ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. തെക്ക് കിഴക്കാണെങ്കിലോ കടബാധ്യതയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് വേണം ഓരോ ടോയ്ലറ്റുകളും നിർമ്മിക്കാൻ. അപ്പോൾ അത് കറക്റ്റായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് എൻ്റെ വീടിൻ്റെ തെക്ക് വശത്താണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെക്ക് വശത്താണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് നമുക്കത് ഒറ്റ വാക്കിലാണ് പറയാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് 9 ഘടകങ്ങളാക്കി ചെയ്യാനായിട്ട് പറ്റും. 9 ഡിവൈഡ് ചെയ്യാം. 9 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന 45 ഡിഗ്രി എന്ന് പറയുന്ന ആർക്ക് സ്വന്തമാണ്? തെക്ക് പടിഞ്ഞാറിന് സ്വന്തമാണ്. ഈ 45 ഡിഗ്രിക്ക് അകത്താണ് ഈ ടോയ്ലറ്റ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് തെക്ക് പടിഞ്ഞാറിലേക്ക് പോകും. തെക്ക് പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്? ഫാമിലി പ്രോബ്ലം ഉണ്ടാവും. വീട്ടിൽ ഭാര്യ ഭർത്തൃത്വങ്ങളിൽ കലഹങ്ങൾ, ഡൈവേഴ്സ്, വിവാഹ തടസ്സം എന്നീ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും ഈ 45 ഡിഗ്രിക്കകത്ത് കയറാൻ പാടില്ല. അപ്പോൾ ചിലർ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഈ 45 ഡിഗ്രി എത്ര അടി കണക്ക് വരുമെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ നമുക്കൊരു അടിക്കണക്കിലൂടെ 45 ഡിഗ്രിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ഓരോ വീട്ടിലും ചെന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുത്ത് അതിൻ്റെ ഡിഗ്രി എടുത്ത് അതിനെ അളന്ന് തിരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അടിക്കണക്ക് വരാൻ പറ്റും. ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ ടോയ്ലറ്റ് കണ്ടുകൊണ്ട് എനിക്കും പറയാൻ പറ്റില്ല ഇത് എത്ര ഡിഗ്രി, ഇത് ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാറ് കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചില വീടുകളിൽ അതിൻ്റെ പ്ലാൻ കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അങ്ങനെയല്ല ഏത് സാഹചര്യത്തിലായാലും നമ്മൾ വീടിന്റെ പ്ലാൻ എടുത്ത് അതിന്റെ പിന്നെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് അത് കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫെങ്ഷുവിൽ ഏതൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് വീടിന് വാസ്തുപരമായിട്ട് കുറേ മിസ്റ്റേക്കുകളുണ്ട്. നമുക്കിതിനെ പൊളിച്ചു പണിയാനോ അതല്ലെന്നുണ്ടെങ്കിൽ പൊളിച്ചു പണിയാൻ നമ്മുടെ സാമ്പത്തികമില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു 1.5 സെന്റോ അല്ലെങ്കിൽ 2 സെന്റ് വസ്തുവേ ഉള്ളൂ, നമുക്ക് ഇതിനകത്ത് ഇനി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനും പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ വാസ്തുപ്രകാരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാസ്തുകലയായ ചൈനീസ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് വീടിന്റെ പ്രോസ്പെരിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് ചില ടൂളുകൾ ഉപയോഗിക്കാം. 2 മെത്തേഡുകൾ അതിനകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് അതിന്റെ നല്ല മൗണ്ടൻ സ്റ്റാറും നല്ല വാട്ടർ സ്റ്റാറും എൻഹാൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യാനും അതിനെ നിലനിർത്താനും നമുക്ക് ഫ്ലൈങ് സ്റ്റാർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ചില ടൂളുകൾ നമ്മുടെ ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഞാനൊരാൾ പറയുന്നതല്ല, ഞാനൊരാൾ കണ്ടുപിടിച്ചതല്ല. വർഷങ്ങളുടെ പഴക്കം, 3000-ഓളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകലയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചു. എൻ്റെ വീടും എൻ്റെ സുഹൃത്തുക്കളുടെ വീടും മറ്റുമൊക്കെ ഞാൻ ചെയ്തു, ആദ്യകാലങ്ങളിൽ ചെയ്തു. അവർക്കെല്ലാം റിസൾട്ട് വന്നു. ഞാൻ കൺസൾട്ടിങ് രംഗത്തേക്ക് ഇറങ്ങി, ചെയ്യുന്ന വീടുകൾക്കെല്ലാം റിസൾട്ട് വന്നു. അപ്പം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ തന്നെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ടൂളുകൾ എൻ്റെ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട് റിസൾട്ട് കിട്ടി ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവരെന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ചില ടൂളുകൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു വീടിന് വാസ്തുദോഷമുണ്ടെന്നുണ്ടെങ്കിൽ ചൈനീസ് വാസ്തുകല പ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന 4 ടൂളുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കണം. അപ്പോഴത്തേക്ക് സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു 9 അടി ഹൈറ്റിൽ ഡ്രാഗണെ നിങ്ങൾക്ക് വെക്കാം. അടുത്തത് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേർഡിന്റെ ചിത്രം വെക്കാം. സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഇത് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു 8 അടി ഹൈറ്റ് മതിയാവും. അടുത്തത് സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വൈറ്റ് ടൈഗർ വെക്കാം. ഇതും ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു 8 അടി ഹൈറ്റിൽ വെക്കാവുന്നതാണ്. അടുത്തത് സ്വീകരണ മുറിയുടെ പിന്നെ വടക്ക് ഭാഗത്ത് ടോട്ടോയുടെ ചിത്രം വയ്ക്കാം. അതും ഗ്രൗണ്ടിൽ നിന്നിട്ട് 8 അടി ഹൈറ്റിലാണ് വെക്കുന്നത്. ഇതിൽ ഡ്രാഗൺ മാത്രമാണ് നമ്മൾ 9 അടി ഹൈറ്റിൽ വെക്കുന്നത്. മറ്റത് 3ഉം 8 അടി ഹൈറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളതിൽ പലരും കൊറിയർ വഴി ഇത് വാങ്ങിച്ചിട്ട് ഇത് അവർ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ അയച്ചു തരുമ്പോൾ പലരും ഈ രീതിയിൽ ടോട്ടോയെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല വെക്കുന്നത്, തല മുകളിലോട്ട് വരുന്ന രീതിയിൽ ഈ രീതിയിലാണ് ടോട്ടോയെ വെക്കുന്നത്. അപ്പം ഇത് നമുക്ക് വാസ്തുപ്രകാരം 4 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങൾ നല്ല ഐക്യത്തിൽ പോകാൻ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് മാൻഡേരിയൻ ഡക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു വെക്കാവുന്നതാണ്. ഇപ്പോൾ ചിലർ പറയും ഒത്തിരി നാളുകൊണ്ട് വിവാഹം നടക്കുന്നില്ല, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഈ വിവാഹം നടക്കേണ്ട വ്യക്തിയുടെ ഒരു പീച്ച് ബ്ലോസം സെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലം നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള സാധ്യത ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൺസൾട്ടിങ് എടുത്തുകൊണ്ട് ഈ ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് വിവാഹം നടക്കും. മറ്റത് നമുക്ക് ഡൈനിങ് ഹാളിൽ വെക്കാവുന്ന ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വന്നിട്ട് ഫുക്കു ലക്കു സാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 ദിവ്യന്മാരാണ്. സന്തോഷം, സമ്പത്ത്, ദീർഘായുസിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഫംഗ്ഷനിലെ ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഇത് നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ഈ വാസ്തുവും ഫെങ്ഷുയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.